വിളകൾ നശിച്ചു പോകും എന്നതിൻ്റെ പേരിൽ ആനകളുടെ സുഗമമായ സഞ്ചാരം ഒരു കാരണവശാലും തടയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആനത്താരകൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിശോധിച്ച് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. ആനകളെ തുരത്താൻ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള ബലപ്രയോഗം ഒഴിവാക്കണമെന്നും വന്യജീവികളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നടപടികൾ ഒരു സംസ്ഥാനവും സ്വീകരിക്കരുത് എന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ആനകളുടെ സഞ്ചാരം തടയാൻ കഴിയില്ല വിളനാശത്തിൻ്റെ പേരിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിളകൾ നശിക്കുന്നു, അതുകൊണ്ട് തന്നെ ആനത്താരകൾ മാറ്റണമെന്നൊക്കെ പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതിന് എതിരെയാണ് ഇപ്പോൾ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടും ഒപ്പം തന്നെ വന്യജീവികൾക്ക് അനുകൂലമായിട്ടും ആനകൾക്ക് അനുകൂലമായിട്ടുമുള്ള ഈ തീരുമാനം വന്നിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആനത്താരകൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിശോധിക്കണം. ആ പരിശോധന നീണ്ടു പോകരുത്. 6 ആഴ്ചയ്ക്കകം ആ പരിശോധനയുടെ റിപ്പോർട്ട് നൽകണമെന്നുകൂടി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു.